Welcome to the second video of the chapter The Outcast, written by Sharankumar Limbale. In this session, we will be reading the text and analyze the story. The Outcast, written by Sharankumar Limbale. One day, all the boys and girls from our school were going on a picnic, but we, the Mahar boys, did not know this, and so had to come to school as usual, our school bags on our backs. Then our teacher asked us also to go back and get our tiffin. Excited at the thought of being out of school, we ran home like oxen in race on a clear day. ഒരു ദിവസം സ്കൂളിലെ എല്ലാ കുട്ടികളും കൂടി ഒരു പിക്നിക്ക് പോകുവാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ മഹർ വർഗത്തിൽപ്പെട്ട ഞങ്ങൾക്ക് പിക്നിക്കിൻ്റെ കാര്യം അറിഞ്ഞേ കൂടായിരുന്നു. ഞങ്ങൾ പതിവ് പോലെ പുറത്ത് ബാഗും തൂക്കി സ്കൂളിലേക്ക് വന്നു. അപ്പോഴാണ് ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളോട് പറയുന്നത്, വേഗം പോയി ഉച്ചയ്ക്ക് കഴിക്കുവാനുള്ള ഭക്ഷണം എന്തെങ്കിലുമായി തിരികെ വരുവാൻ. ഞങ്ങൾക്കാകെ സന്തോഷമായി. ഞങ്ങൾ വീടുകളിലേക്ക് ഓടി. കാളകളെ ആരാധിക്കുന്ന ദിവസമായ ഖീർ ദിവസത്തിൽ കാളകൾ ഓടുന്നത് പോലെയാണ് ഞങ്ങൾ വീടുകളിലേക്ക് ഓടിയത്. Who are Mahars? Mahar, a Dalit community found largely in Maharashtra, where they constitute around 10% of the population. മഹാരാഷ്ട്രയിലെ 10% വരുന്ന ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ടുള്ള ജനതയാണ് മഹർ വിഭാഗം. And what is the speciality of Khair Day? Khair Day, the day after the bull worshipping festival known as Bali Puja. This is a festival which is usually celebrated by the farmers in Maharashtra and Karnataka, mostly in the month of August. Oxen race and non-vegetarian eating, among those who love it, are two specialities of the day. ഖേർ ദിവസം എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസത്തിൽ ആഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ്, ഒരു ഉത്സവമാണ്. അന്നേ ദിവസം ബലിപൂജ ഒക്കെ നടക്കും. അതിനോടനുബന്ധിച്ച് നടക്കുന്ന മറ്റൊരു ഉത്സവമാണ് ഖീർ ദിവസം. അന്ന് കാളയോട്ടവും അതുപോലെ തന്നെ മാംസാഹാരം ഭക്ഷിക്കുന്ന ഒരു പതിവെല്ലാം മഹാരാഷ്ട്രയിലും കർണാടകയുടെ വിവിധ പ്രദേശങ്ങളിലും ഉണ്ട്. ഇവിടെയും ആ കുട്ടികൾ ആ ഖീർ ദിവസത്തിൽ കാളയോട്ടത്തെക്കുറിച്ച് പറഞ്ഞു. ആ കാളയോട്ടത്തിൽ ആ കാളകൾ എത്ര ഊർജ്ജസ്വലതയോടുകൂടിയാണ് ഓടുന്നത്, ആ ഒരു ഊർജ്ജത്തോടെയാണ് അവർ വീടുകളിലേക്ക് ഓടിയത്. കാരണം ഇന്ന് ക്ലാസ്സിൽ പഠിപ്പിക്കുകയില്ല, പകരം ഒരു പിക്നിക്കിനാണ് പോകുന്നത് എന്നറിഞ്ഞതുകൊണ്ട്. ക്ലിയർ? We return with our jor bhakri and chutney tied up in dirty rags and joined the group of boys and girls who were standing in rows. Just when Bhivrabai appeared, gripping the stalk of dry jowar plant. Roughly she pulled Pasha from his row, making him cry. Bhivrabai dragged him off. Pasha wanted to go on the picnic, but with us Bhivrabai wouldn't let him. ഞങ്ങൾ വീടുകളിലേക്ക് ചെന്നു. ചോളം കൊണ്ടുണ്ടാക്കിയ ചപ്പാത്തിയും ചട്നിയുമായി തിരികെ എത്തി. കീറത്തുണിയിൽ പൊതിഞ്ഞാണ് ഞങ്ങൾ അതെല്ലാം കൊണ്ടുവന്നത്. ഞങ്ങൾ പോകുവാനായി തയ്യാറായി നിൽക്കുന്ന കുട്ടികളോടൊപ്പം ചേർന്നു. അപ്പോഴാണ് ഭീവരബായ് ഒരു ജോവർ ചെടിയുടെ തണ്ടുമായി അങ്ങോട്ട് വന്നത്. അവർ വരിയിൽ നിൽക്കുന്ന പാർഷയെ വലിച്ചു മാറ്റി. അവൻ ഉറക്കെ കരയാൻ തുടങ്ങി. ഭീവരബായ് അവനെ വലിച്ചു കൊണ്ടുപോയി. ഞങ്ങളുടെ കൂടെ പിക്നിക്കിന് വരുവാനായി അവന് അനുവാദമില്ലായിരുന്നു. പാർഷ്യ, ഫോളോ മീ or I will kick you. Your father has left to dig pits without eating anything. You must take his food for him, or he will starve the whole day. He will chop you to pieces when he returns. Come along. Bhivrabai was very annoyed at Pasha, and she lashed his back, abusing him. Bhivrabai അവരുടെ പുറകെ പാർഷ്യയോട് ചെല്ലുവാൻ പറഞ്ഞു. ചെന്നില്ലെങ്കിൽ അവർ അവനെ കാൽ കൊണ്ട് തൊഴിക്കും എന്നും മുന്നറിയിപ്പ് കൊടുത്തു. അവർ പറഞ്ഞു, പാർഷ്യയുടെ അച്ഛൻ രാവിലെ ഒന്നും കഴിക്കാതെയാണ് കുഴികൾ വെട്ടാനായി പോയിരിക്കുന്നത്. അതുകൊണ്ട് പാർഷ്യയുടെ അച്ഛൻ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അവൻ്റെ അച്ഛൻ പകൽ മുഴുവൻ പട്ടിണിയായിരിക്കും. വൈകുന്നേരം അച്ഛൻ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ പാർഷ്യയുടെ കഷ്ണമാക്കും എന്നും ഭീഷണിപ്പെടുത്തി.
പാർഷ്യയുടെ കൂടുതൽ ചീത്ത പറഞ്ഞതിന് ശേഷം അവർ അവനെ പുറത്ത് അടിക്കുകയും ചെയ്തു. It felt strange to be moving with all teachers, boys and girls in single group. Women gathered dry dung cakes, watched us admiringly. We were excited. Harya, who was grazing cattle among the banks of the stream, looked restless. His father had taken him away from school and put him to work grazing cattle. Harya was employed on Grimalya's farm. For his hard work, he received food and 100 rupees a year. Harya's mother didn't even have proper clothes. Most of the time, everyone in the house was only half fed. Now that Harya had started working, he has no longer a burden, but an asset to the family. The question of his bread was solved. There will be his pay at the end of the year. Clothes would be bought now for everyone in the house with that money. As we all passed by in rows, Harya, astride a buffalo, was singing. എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും ടീച്ചേഴ്സിൻ്റെ ഒപ്പം അങ്ങനെ ഒരുമിച്ച് പോകുന്നത് വളരെ അസാധാരണമായാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. ഹരിയ പശുക്കളെ മേയ്ക്കുകയും നദിയുടെ തീരത്ത് ഇരുന്നു കൊണ്ട് അവൻ ഞങ്ങളെ നോക്കി. അവൻ വളരെ അസ്വസ്ഥനായി കാണപ്പെട്ടു. അവൻ്റെ അച്ഛൻ അവൻ്റെ പഠനം നിർത്തിച്ചിരുന്നു. എന്നിട്ട് അവനെ ജോലിക്ക് വിട്ടു. ഗീർമല്യയുടെ ഫാമിലായിരുന്നു അവന് ജോലി. അവൻ്റെ കഠിന പ്രയത്നത്തിന് പകരം അവൻ ആഹാരവും 1 കൊല്ലം 100 രൂപയും കൊടുക്കുമായിരുന്നു. അവൻ്റെ അമ്മയ്ക്ക് നല്ല വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മിക്കവാറും ദിവസങ്ങളിൽ അവൻ്റെ വീട്ടിൽ എല്ലാവർക്കും പകുതി വയറ് നിറയ്ക്കാൻ മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. ഹാരിയുടെ ജോലി ചെയ്തതുകൊണ്ട് അവൻ കുടുംബത്തിനൊരു സഹായമായി മാറിക്കഴിഞ്ഞിരുന്നു. വർഷാവസാനം അവൻ്റെ ശമ്പളം കിട്ടുമ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും വസ്ത്രം വാങ്ങാം. ഞങ്ങൾ അതിലെ കടന്നുപോയപ്പോൾ ഒരു പോത്തിൻ്റെ പുറത്തിരുന്നു കൊണ്ട് അവനൊരു പാട്ട് പാടുകയായിരുന്നു. The tough boys of the group went up the tree, and the other boys and girls ran about all over the place. The girls played fugadi, their teachers' card games. There was great fun and excitement. Too young to participate, I merely watched them from a distance, admiring them as those dung-gathering women had admired us. ഞങ്ങളുടെ കൂട്ടത്തിലെ ശക്തിയുള്ള ആൺകുട്ടികൾ ഓടി മരത്തിൽ കയറി കളിക്കുവാൻ തുടങ്ങി. മറ്റുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും അവിടെ ഓടിച്ചാടി നടന്നു. പെൺകുട്ടികൾ ഹുഗാഡി എന്നൊരു കളിയാണ് കളിച്ചത്. ഞങ്ങളുടെ അധ്യാപകരോ ചീട്ട് കളിക്കുകയായിരുന്നു. വളരെയധികം സന്തോഷവും ആഹ്ലാദവും അവിടെ നടമാടി. ഞാൻ വളരെ ചെറുതായതുകൊണ്ട് ദൂരെ നിന്ന് ഇതെല്ലാം നോക്കി കണ്ട് രസിക്കുകയായിരുന്നു. ആൻഡ് വാട്ട് യു മീൻ ബൈ ഫുഗാഡി? Fugadi is a game usually played by the girls in which 2 persons hold their hands each other and start whirling. കൈകൾ 2 പേർ പരസ്പരം കോർത്ത് പിടിച്ചുകൊണ്ട് വട്ടം കറങ്ങി കളിക്കുന്ന കളിയാണ് ഫുഗാഡി. യു മൈറ്റ് നോ ഇറ്റ്, അല്ലേ? The Vani and Brahmin boys played kabaddi. Being marked as mahars, we couldn't join them. So Malya, Umbriya, Pashya, all from my caste began to play touch and go. We played one kind of game while the high caste village boys played another. The 2 games were played separately like 2 separate whirlwinds. വാണി സമുദായത്തിൽപ്പെട്ടവരും ബ്രാഹ്മൺ കുട്ടികളും കബഡി കളിക്കുകയായിരുന്നു. ഞങ്ങൾ താഴ്ന്ന സമുദായത്തിൽപ്പെട്ടിട്ടുള്ള മഹർ ആയതുകൊണ്ട് ഞങ്ങൾ അവരുടെ കൂടെ കളിക്കുവാൻ പോയില്ല. അതുകൊണ്ട് മല്ലു, ഉംബ്രിയ, പാർശ്വ എല്ലാ മഹർ കുട്ടികളും ടച്ച് ആൻഡ് ഗോ എന്ന കളിയാണ് കളിച്ചത്. ഞങ്ങൾ താഴ്ന്ന സമുദായത്തിലെ കുട്ടികൾ കളിക്കുന്ന കളികളായിരുന്നില്ല ഉയർന്ന സമുദായത്തിൽ പെട്ടിട്ടുള്ള കുട്ടികൾ കളിച്ചിരുന്നത്. ഒരേ കളിക്കളത്തിൽ 2 വ്യത്യസ്തമായ ചുഴികൾ കറങ്ങുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. Play over, we settled down to eat.
Boys and girls from the high caste like Vani, Brahmin, Mavari, Muslim, Maratha, Teli, fisherman, goldsmith, and all teachers, about 100 or sat in a circle under a banyan tree. We, the Mahar boys and girls, were asked to sit under another tree. The high caste once said a prayer before eating, which didn't make any sense to us. കളി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുവാനായിരുന്നു. ഉയർന്ന ജാതിയിൽപ്പെട്ട ആൺകുട്ടികളും പെൺകുട്ടികളും ടീച്ചേഴ്സും ഏതാണ്ട് 100ഓളം പേര് വരും. ഒരു അരയാൽ മരത്തിൻ്റെ ചുവട്ടിലായിരുന്നു അവർ ഭക്ഷണം കഴിക്കുവാനായിരുന്നത്. ആ കൂട്ടത്തിൽ വാണി, ബ്രാഹ്മണർ, മർവാടി, മുസ്ലിം, മറാഠ, ടൈലി, മീൻപിടുത്തക്കാരുടെ മക്കൾ, സ്വർണ്ണപ്പണിക്കാരുടെ മക്കൾ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. മഹർ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളെയും ദൂരെ മറ്റൊരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുവാൻ ടീച്ചർമാർ നിർദ്ദേശിച്ചു. ഉയർന്ന ജാതിയിലുള്ള കുട്ടികൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് എന്തോ പ്രാർത്ഥന ചൊല്ലി. ഞങ്ങൾക്കതിൻ്റെ അർത്ഥം ഒട്ടും മനസ്സിലായില്ല. Parsha didn't have a piece of cloth to tie up his foot, so the Bakaris were with mine. Malya had brought bombly fish. Umria had bought only bakri and chutney. We opened our bundles. The high caste children offered their food to our teachers. Theirs were variety of fried and tasty food. പാഷയ്ക്ക് ഭക്ഷണം പൊതിഞ്ഞു കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല. പോകാൻ ഒരു കഷ്ണം തുണി പോലും അവന് കൈകളിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഭക്ഷണത്തിൻ്റെ കൂടെയാണ് അവനും ഭക്ഷണം പൊതിഞ്ഞു കൊണ്ടുവന്നിരുന്നത്. മല്യ കുറച്ച് ബോംബിൽ മീൻ കൊണ്ടുവന്നിരുന്നു. ഓംബ്രയ്ക്ക് ചോള ചപ്പാത്തി മാത്രമാണ് കൊണ്ടുവരാൻ സാധിച്ചത്. അവൻ്റെ കൈവശം ചട്നി ഇല്ലായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ പൊതികൾ അഴിച്ചു. ഉയർന്ന ജാതിയിലെ കുട്ടികൾ അവരുടെ ഭക്ഷണം ടീച്ചേഴ്സിനും പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അവരുടെ നല്ല വൈവിധ്യമാർന്ന വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണമായിരുന്നു. Even the tree we sat under was tattered like us. Whenever the wind shook the branches, it produced waves of hot air and hit our faces. We sat in a broken shadow. Malyas offered us his bombly curry, and in exchange we offered him our dry bakri. And he had not brought any. Dare I offer my chutney bakri to my teacher? Would he eat it? Bakri of the high caste, but of course the better quality. Their mother had given them fried food, whereas we had just pieces of dry bakris, which were hardly enough to satisfy the cave of hunger. ഞങ്ങളിരുന്ന മരം പോലും അധികം ഇലകളില്ലാത്ത ഉണങ്ങിയൊരു മരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മുഖത്ത് സൂര്യൻ്റെ തീക്ഷ്ണമായ ചൂട് അടിക്കുമായിരുന്നു. മരത്തിൻ്റെ നിഴൽ പോലും പൂർണ്ണമായിരുന്നില്ല. മല്യ അവൻ്റെ ബോംബിൽ മീനിൽ കുറച്ച് ഞങ്ങൾക്കും തന്നു. ഞങ്ങൾ ഞങ്ങളുടെ ചപ്പാത്തി അവനും കൊടുത്തു. അതിൻ്റെ കൂടെ ചട്നി ടീച്ചറിന് കൊടുത്താൽ അദ്ദേഹം അത് കഴിക്കുമോ എന്ന് ഞാൻ ആലോചിച്ചു. മേൽജാതിയിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ അവർ കഴിക്കുന്ന ചപ്പാത്തിയുടെ നിലവാരത്തോളം ഇത് എത്തുകയുമില്ലായിരുന്നു. ഞങ്ങളുടെ വിശപ്പ് ശമിപ്പിക്കുവാൻ പോകുന്ന അത്രയും ഭക്ഷണം ഞങ്ങളുടെ കൈവശം ഇല്ലായിരുന്നു താനും. My stomach was like a way to the graveyard that continuously swallowed like death. My mother, Masami, used to shout angrily, What is it you have, a stomach or a calicoat? There seems to be gizzard in your stomach. Why don't you go around with a big bowl at your mouth? I always felt half fed. Wherever was given, I ate greedily, and nothing was ever enough. Everyone in my house needed food, so how could I alone think of eating till I was full? I had searched for every bit of leftover food in the house to make up my tiffin.
I felt I had swallowed the whole land and was chewing stones. എനിക്ക് വലിയൊരു വയറുണ്ടായിരുന്നു. എൻ്റെ അമ്മ മാസമായി ദേഷ്യപ്പെട്ട് എന്നോട് എപ്പോഴും പറയും, നിനക്ക് ഒന്നല്ല 2 വയറുണ്ട് എന്ന്. എൻ്റെ വയറിന് എപ്പോഴും പകുതി മാത്രമേ നിറഞ്ഞിരുന്നുള്ളൂ. വീട്ടിൽ മറ്റുള്ളവരെല്ലാം ഭക്ഷണം കഴിക്കുന്നത് കണ്ടിരിക്കേണ്ട അവസ്ഥയായിരുന്നു എനിക്ക്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും എനിക്ക് ഭക്ഷണം ലഭിക്കുക. എന്നിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വയറ് നിറച്ച് ഭക്ഷണം കിട്ടുകയേയില്ലായിരുന്നു. ബാക്കി വന്ന ലെഫ്റ്റ് ഓവേഴ്സ്, എച്ചിലെ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ബാക്കി അവശിഷ്ടങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുക പതിവായിരുന്നു. എൻ്റെ വയറിൽ അത് അമ്മിക്കല്ല് അരയ്ക്കുന്നത് പോലെ എൻ്റെ വയറ് അതെല്ലാം അരച്ച് ഭക്ഷണം എൻ്റെ വയറ്റിലേക്ക് എത്തുമായിരുന്നു. The high caste girls from our village offered us their chutney and bhakaris without touching us. The thought that they might have seen our food upsets me. I was ashamed of my food and felt guilty eating it. വില്ലേജിൽ നിന്നുള്ള ഉയർന്ന ജാതിയിൽപ്പെട്ട ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ നിന്നുള്ള പെൺകുട്ടികൾ ഞങ്ങൾക്ക് അവരുടെ കറി കുറച്ച് തന്നു. ഞങ്ങളെ ഭക്ഷണം തരുന്ന സമയത്ത് ഞങ്ങളുടെ കൈകൾ അവരുടെ ദേഹത്ത് തൊടാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. എൻ്റെ ഭക്ഷണത്തെപ്പറ്റി എനിക്ക് നാണക്കേട് തോന്നി. അത് തിന്നുന്നതിൽ എനിക്ക് കുറ്റബോധവും തോന്നുവാൻ ആരംഭിച്ചു. The high caste boys and girls from the village were eating together. The girls sat close to the teachers. They were all chatting, and we sat like owls watching them. We had before us only the crumbs of bomb. With each morsel, I chewed the lips and the laughing girls. At last, we finished eating. വില്ലേജിൽ നിന്നുള്ള ഉയർന്ന ജാതിയിൽപ്പെട്ട ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. പെൺകുട്ടികൾ ടീച്ചേഴ്സിൻ്റെ കൂടെ ഇരുന്നാണ് ഭക്ഷണം കഴിച്ചത്. അവർ ധാരാളമായി വർത്തമാനം പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ മരച്ചുവട്ടിൽ നിന്ന് മൂങ്ങകളെ പോലെ അവരെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ആഹാര സമയവും കഴിഞ്ഞുപോയി. The teachers asked the high-class boys and girls to collect the leftovers on a piece of paper and give it to us. I and Pasha carried the bundle of leftover food on the back. The high-caste boys and girls were laughing and joking, but our whole attention was on the bundle. Malia carried a bundle of bakri on his head, and we, the Maha boys, followed him exceedingly like hunger vultures. At last we gathered Grimlia's farm and opened the bundle. It contained crumbs of different kinds of food, and their spicy smell filled the air. We squat in a circle and stuffed ourselves greedily. We had never tasted food like that before. We were all really gluttonous. Our stomachs were as greedy as beggars' sack. ടീച്ചേഴ്സ് ഉയർന്ന ജാതിയിൽപ്പെട്ട ആൺകുട്ടികളോടും പെൺകുട്ടികളോടും പറഞ്ഞു, അവരുടെ ബാക്കി വന്ന അവശിഷ്ടം ശേഖരിച്ചതിന് ശേഷം മഹർ കുട്ടികളുടെ കൈവശം ഏൽപ്പിക്കുവാൻ. അതെല്ലാം ശേഖരിച്ച് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഞാനും പാഷയും ബാക്കി വന്ന ആഹാരം കൈകളിൽ കെട്ടുകളിലാക്കി കൊണ്ടുപോയി. മല്ലിയുടെ തലയിൽ ചപ്പാത്തിയുടെ ഒരു കെട്ട് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മഹർ കുട്ടികൾ അവനെ വിശക്കുന്ന ഒരു കഴുകനെ പോലെ അനുഗമിച്ചു. ഗ്രിംലിയുടെ ഫാമിൽ എത്തിച്ചേർന്നപ്പോൾ ഞങ്ങൾ ആ പൊതികളെല്ലാം തുറന്നു. വട്ടത്തിലിരുന്നു കൊണ്ട് വളരെ ആർത്തിയോടെ ഞങ്ങൾ ആ ഭക്ഷണമെല്ലാം കഴിച്ചു. ഇത്ര നല്ല ഭക്ഷണം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞങ്ങൾ കഴിച്ചിട്ടേയില്ല. ഞങ്ങൾ വളരെ ആർത്തിയോടുകൂടി ആ ഭക്ഷണ സാധനങ്ങളെല്ലാം കഴിക്കാൻ ആരംഭിച്ചു. ഞങ്ങളുടെ വയറ് ഭിക്ഷാടകൻ്റെ ചാക്ക് പോലെ ഒഴിഞ്ഞിരിക്കുകയായിരുന്നു. When I got home, I told my mother all this. Like a victim of a famine, she said, "Why didn't you get at least small portion of it for me?"
leftover food's nectar. Her words made Grimlia's farm quiver in my stomach. വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ അമ്മയോട് ഈ വിവരമെല്ലാം പറഞ്ഞു. അപ്പോൾ അമ്മ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞാൻ അതിൽ നിന്നും കുറച്ച് ഭക്ഷണം അമ്മയ്ക്ക് കൂടി കൊണ്ടുവരാതിരുന്നത് എന്ന്. ബാക്കി വന്ന ഭക്ഷണം അമൃതിനെ പോലെയാണ് അമ്മ കണ്ടിരുന്നത്. When I went to school the next day, the teachers had already asked the boys and girls to write an essay on the picnic. The students of the 7th form in particular were busy writing the essay, although I was only in the 3rd form. The teacher had asked us also to write. Both the classes were run in same room. While the senior boys and girls wrote swiftly, I sat worrying. അടുത്ത ദിവസം ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ എല്ലാ കുട്ടികളും പിക്നിക്കിനെ കുറിച്ച് ഒരു എസ്സേ എഴുതുവാൻ ടീച്ചർ ആവശ്യപ്പെട്ടിരിക്കുകയായിരുന്നു. 7ാം ക്ലാസ്സിലെ കുട്ടികൾ എസ്സേ എഴുതുന്നതിൽ തിരക്കിലായിരുന്നു. ഞാൻ 3ാം ക്ലാസ്സിലായിരുന്നെങ്കിലും ടീച്ചർ ഞങ്ങളോടും അതേ എസ്സേ എഴുതുവാൻ പറഞ്ഞു. 7ാം ക്ലാസ്സും 3ാം ക്ലാസ്സും ഒരേ മുറിയിൽ തന്നെയാണ് നടന്നിരുന്നത്. മുതിർന്ന കുട്ടികൾ പെട്ടെന്ന് എഴുതിയെങ്കിലും ഞാൻ അങ്ങനെ തനിച്ച് ഇരുന്ന് ചിന്തിക്കുകയായിരുന്നു. When the teacher noticed me apparently doing nothing, he grew annoyed and shouted, "You son of a bitch! Come on, start writing. You like eating an ox, don't you?" I picked up my slate and pencil, spat on the slate, smeared it, and wiped the slate with my shirt, which was already dirty, having been used like this so many times before. I don't know how and what to write. I kept thinking of how we had squatted a circle around the tree, the forest, eating. I remembered the hand of the high caste boys and girls offering us their leftovers, the withered tree in those shades we sat, the bundle of leftovers, the question my mother had asked, the teacher calling me a son of a bitch and a beef eater. How should I start writing the essay my teacher had asked for? ഞാൻ ഒന്നും എഴുതാതിരിക്കുന്നത് കണ്ട് ടീച്ചർ എന്നോട് ദേഷ്യപ്പെട്ടു. എടാ പട്ടിയുടെ മോനെ, എഴുതടാ, നിനക്ക് കാളയെ തിന്നാൻ പറ്റും അല്ലേ? ഞാനൊരു സ്ലേറ്റും പെൻസിലും എടുത്തു. സ്ലേറ്റിലേക്ക് അല്പം തുപ്പിക്കൊണ്ട് ആ തുപ്പൽ അതിൽ പരത്തി. എന്നിട്ട് എൻ്റെ നേരത്തെ തന്ന മുഷിഞ്ഞ ഷർട്ട് കൊണ്ട് ആ സ്ലേറ്റ് പതുക്കെ തുടച്ചു. എന്താണ് ഞാൻ എഴുതേണ്ടത്? എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഓർത്തു, എങ്ങനെയാണ് ഞങ്ങൾ ആ കാട്ടിൽ ആ മരത്തിൻ്റെ അടിയിൽ ഇരുന്നു കൊണ്ട് ആഹാരം കഴിച്ചത് എന്ന്. ഉയർന്ന ജാതിയിലെ കുട്ടികൾ ഞങ്ങളെ ബാക്കി വെച്ച ഭക്ഷണം ഞങ്ങൾക്ക് തന്നതും, ഞങ്ങൾ ഇരുന്നതിൻ്റെ മുകളിലുണ്ടായിരുന്ന ഉണങ്ങിയ മരവും, ബാക്കി വന്ന ഭക്ഷണം പൊതിഞ്ഞ് ബണ്ടിലാക്കി ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ എന്നോട് ചോദിച്ച ആ ചോദ്യവും, ടീച്ചർ എന്നെ ചീത്ത വിളിച്ചതും കാളയിറച്ചി തിന്നുന്നവൻ എന്ന് വിളിച്ചതും എല്ലാം ഞാൻ ഓർത്തു. ടീച്ചർ പറഞ്ഞു തീർത്ത ആ വാക്കുകളും എൻ്റെ ചെവിയിൽ മുഴങ്ങിക്കേട്ടു. ഇതെല്ലാം കഴിഞ്ഞ ശേഷവും ഞാൻ എങ്ങനെയാണ് ആ എസ്സേ എഴുതി തുടങ്ങേണ്ടത്? This is the short story, The Outcast, written by Sharankumar Limbale. Limbale's Outcast is filled with pathos and anger. അതിൽ ഒരു ദയയുടെ അംശമുണ്ട്, അതുപോലെ രോഷത്തിൻ്റെ അംശമെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. The story is about the discrimination is quite obvious even when the children are playing. കുട്ടികൾ കളിക്കുമ്പോൾ പോലും അതിലുള്ള വേർതിരിവുകൾ അദ്ദേഹം ഉയർത്തി കാണിക്കുന്നുണ്ട്. അവരുടെ ഭക്ഷണം, അവർ കളിക്കുന്ന കളികളിലെ വ്യത്യാസം, അവിടെ അവർ കബഡി കളിക്കുന്ന ഉന്നത
ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ കബഡിയാണ് കളിക്കുന്നതെങ്കിൽ ഇവർ തൊട്ട് പിടിച്ച് ഓടി ഒരാളെ തൊട്ട് പിന്നെ മറ്റേ അയാളെ തൊടാൻ വേണ്ടി ഓടുന്ന അത്തരത്തിലുള്ള കളികളാണ് കളിക്കുന്നത്. ആ കളികളിൽ പോലും വേർതിരിവ്, എല്ലാവരും ഒരുമിച്ചായിരുന്നില്ല. അതുപോലെ തന്നെ താഴേക്കിടയിലുള്ള വർഗത്തിൽപ്പെട്ടവരാണ് തങ്ങളെന്ന് ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഓരോ കാര്യങ്ങളും സ്കൂൾ അന്തരീക്ഷത്തിൽ പോലും അവിടെ തെളിഞ്ഞു കാണുന്നുണ്ട്. അതെല്ലാം ഒരു കുട്ടിയുടെ മനസ്സിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതെല്ലാം പ്രതിഫലിക്കുന്ന തരത്തിലാണ് അദ്ദേഹം ഈ ഒരു ഷോർട്ട് സ്റ്റോറി എഴുതിയിരിക്കുന്നത്. There was a discrimination on the Dalits not only in sitting, playing, prayer, food, but also the gaming they played. Boys and girls from the high class like Vani, Brahmin, Marwari, Muslim, Maratha, Teli, fisherman, goldsmith, and all the teachers sit in circle under a banyan tree. But the Maha boys and the girls were asked to sit under another tree. Remember? Like that. And the treatment of the students by the teachers. കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത്? വളരെ സൗമ്യമായിട്ടും സ്നേഹത്തോടു കൂടിയുമാണ് ഉയർന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകളോട് ടീച്ചർമാർ പെരുമാറിയിരുന്നുണ്ടെങ്കിൽ മഹർ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഈ നറേറ്ററോട് എന്തെല്ലാം മോശമായിട്ടുള്ള പരുഷമായിട്ടുള്ള വാക്യങ്ങളാണ് അദ്ദേഹം ഉപയോഗിച്ചത് എന്നെല്ലാം ശ്രദ്ധിക്കുക. ലൈക്ക് ദാറ്റ് ദർ വാസ് ഡീപ്പ് റൂട്ടഡ് ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ ചിൽഡ്രൻ ബോൺ ഇൻ higher class and children born in lower class like Mahar boys. Clear? And thank you for listening to the short story. I hope you understood the chapter. Thank you.